തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ കേളമംഗലത്ത് അരങ്ങേറിയ ഒരു ദാരുണമായ കൊലപാതകത്തിന്റെ വാർത്ത ഇന്ത്യൻ സമൂഹത്തിൽ ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. തന്റെ സ്വവർഗ പങ്കാളിയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കാരണം 6 മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് 26 വയസ്സുകാരിയായ ഭാരതിയെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ച 22 വയസ്സുകാരിയായ പങ്കാളി സുമിത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സംഭവം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തതും കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണത, മാനസിക സംഘർഷങ്ങൾ, ധാർമ്മിക പ്രതിസന്ധി എന്നിവയുടെ എല്ലാം ഭയാനകമായ പ്രതിഫലനമാണ്. ഈ ദാരുണമായ കൊലപാതകത്തിന് കാരണമായത് ഒരു വിവാഹ ബന്ധത്തിനുള്ളിൽ നിലനിന്നിരുന്ന നിഗൂഢമായ സ്വവർഗ ബന്ധത്തിലെ അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളുമാണ്. 3 കുട്ടികളുടെ മാതാവായ ഭാരതിയുടെയും അയൽവാസിയായ സുമിത്രയുടെയും ബന്ധം 3 വർഷം പഴക്കമുള്ളതായിരുന്നു. ഈ ബന്ധം നിലനിർത്താൻ വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ ഒരമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അതീവ ഗൗരവകരമാണ്. ഭാരതിക്ക് 3ാമത്തെ കുട്ടി ജനിച്ചതോടെ കുഞ്ഞിനെ പരിചരിക്കുന്നതിൽ ഭാരതിയുടെ സമയം കൂടുതലും ചെലവഴിക്കേണ്ടി വന്നു. ഇത് സുമിത്രയുമായി കൂടിക്കാഴ്ചകൾ നടത്താനും സംസാരിക്കാനുമുള്ള സമയം കുറച്ചു. തങ്ങളുടെ ബന്ധത്തിൽ പുതിയ കുഞ്ഞൊരു തടസ്സമായി മാറിയെന്ന് സുമിത്ര വിശ്വസിച്ചു. പഴയ അടുപ്പം ലഭിക്കാതെ വന്നതോടെ സുമിത്ര അസ്വസ്ഥയാവുകയും ഭാരതിയുമായി വഴക്കിടുകയും ചെയ്തു. ഭാരതിയുടെ സമയം പങ്കിട്ടെടുക്കുന്ന കുഞ്ഞിനോട് സുമിത്രയ്ക്ക് അസൂയയും വിദ്വേഷവും വളർന്നു. താനുമായുള്ള ബന്ധം തുടരണമെങ്കിൽ കുട്ടിയെ ഇല്ലാതാക്കണമെന്ന് സുമിത്ര നിരന്തരമായി ഭാരതിയെ നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി പോലീസും കണ്ടെത്തി. ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭാരതി ക്രൂരകൃത്യം ചെയ്യാൻ തീരുമാനിച്ചത്. കൊലപാതകം നടന്ന രീതിയും അതിനുശേഷം ഭാരതി കൈക്കൊണ്ട സമീപനവും ഞെട്ടിക്കുന്നതാണ്. മുലയൂട്ടുന്നതിനിടെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചും കൈകൊണ്ട് വാ പൊത്തി ശ്വാസം മുട്ടിച്ചുമാണ് ഭാരതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഈ കൃത്യം ഒരു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അവിടെ മാതൃത്വപരമായ വാത്സല്യത്തിന് പകരം കടുത്ത സ്വാർത്ഥതയും നിസ്സംഗതയും പ്രവർത്തിച്ചതായി കാണാം. സംഭവശേഷം മുലപ്പാൽ തലച്ചോറിൽ കയറിയാണ് കുഞ്ഞ് മരിച്ചതെന്ന കള്ളക്കഥ പറഞ്ഞ് ഭാരതി ബന്ധുക്കളെയും ഭർത്താവിനെയും വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞിന്റെ പിതാവും ഭർത്താവുമായി സുരേഷിന്റെ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായത്. ഒരു സാധാരണ ശിശു മരണം എന്ന നിലയിൽ കേസ് അവസാനിപ്പിക്കാമായിരുന്നിട്ടും സുരേഷിന്റെ സംശയങ്ങൾ സത്യം പുറത്തു കൊണ്ടുവന്നു. കുഞ്ഞിന്റെ മരണശേഷവും ഭാരതി അമിതമായി ദുഃഖം പ്രകടിപ്പിക്കാതെ സന്തോഷവതിയായി കാണപ്പെട്ടു. ദുഃഖിതനായ ഭർത്താവിന്റെ മുന്നിൽ പോലും നിരന്തര ഫോണിൽ കളിച്ചിരികൾ തുടർന്നതും സുരേഷിന് സംശയമുണ്ടാക്കി. സുരേഷ് ഭാരതിയുടെ രഹസ്യ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് കൊലപാതകത്തിന് തെളിവുകളായത്. മരിച്ച കുഞ്ഞിന്റെ കാൽത്തളയുടെ ചിത്രം പങ്കുവെച്ച് ശല്യം ഒഴിഞ്ഞുവെന്ന് ഭാരതി പങ്കാളി സുമിത്രയ്ക്ക് അയച്ച സന്ദേശം ഈ കൊലപാതകത്തിലെ ക്രൂരമായ ഉദ്ദേശത്തെ തുറന്നുകാട്ടി. ഭാരതിയും സുമിത്രയും ഒന്നിച്ചുള്ള ഇൻസ്റ്റാഗ്രാം റീലുകൾ, സ്വകാര്യ ചിത്രങ്ങൾ, ചുംബിക്കുന്ന ദൃശ്യങ്ങൾ എന്നിവ ഫോണിൽ കണ്ടെത്തി. നെഞ്ചിൽ സുമി എന്ന് ടാറ്റു ചെയ്തിരിക്കുന്നതും ഈ ബന്ധത്തിന്റെ ആഴം വെളിവാക്കി. സുമിത്രയ്ക്ക് വേണ്ടി ഭാരതി നിരന്തരം പണം ചെലവിട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. സുരേഷ് ഭാരതിയുമായി നടത്തിയ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും അതിൽ ഭാരതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, കാലിൽ വീഴാം, മരിക്കും വരെ എന്തു പറഞ്ഞാലും താൻ അനുസരിക്കാം. ഈ വാക്കുകൾ ഭാരതിയുടെ കുറ്റബോധം, നിസ്സഹായതയും വെളിവാക്കുന്നതായിരുന്നു. ഈ ശബ്ദരേഖ തെളിവാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി വഴിത്തിരിവായത്. ഭാരതിയെയും പ്രേരണ നൽകിയ സുമിത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു. ഭാരതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തും. കൊലപാതകത്തിന് നിരന്തരമായി നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത സുമിത്രയ്ക്കെതിരെ കൊലപാതകത്തിന് പ്രേരണ നൽകിയതിനുള്ള കുറ്റം ചുമത്തും. കുട്ടിയെ കൊലപ്പെടുത്താൻ സുമിത്ര നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രധാന തെളിവായി മാറും. സ്വവർഗ ബന്ധങ്ങൾ ഇന്ത്യയിൽ നിയമപരമായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് നിലവിലുള്ള വൈവാഹിക ബന്ധങ്ങൾ തകർത്ത് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് മാറുമ്പോൾ അത് കേവലം അവകാശ പ്രശ്നമായി നിലനിൽക്കുന്നില്ല. വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരു നിസ്സഹായ ജീവന്റെ അവകാശം നിഷേധിക്കുന്നത് ക്രൂരമായ ധാർമ്മിക ലംഘനമാണ്. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന വ്യക്തിയായ അമ്മ തന്നെ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് മാതൃത്വപരമായ വാത്സല്യത്തിന്റെ പ്രാധാന്യത്തെയും വിശുദ്ധിയെയും ചോദ്യം ചെയ്യുന്നു. ഇത്തരം രഹസ്യബന്ധങ്ങൾ ഒരു കുടുംബത്തിനുള്ളിൽ ഉടലെടുക്കുമ്പോൾ സാമൂഹിക വിലക്കുകൾ ഭയന്ന് കൗൺസിലിങ്ങിനോ തുറന്നു പറച്ചിലിനോ അവസരമില്ലാതെ വരുന്നു. ഈ രഹസ്യം സൂക്ഷിക്കാനുള്ള സമ്മർദ്ദമാണ് ബന്ധങ്ങളെ വിഷലിപ്തമാക്കുകയും അവിവേകപരമായ തീരുമാനങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ നയിക്കുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ മാനസികാവസ്ഥകൾ മനഃശാസ്ത്രപരമായി അതീവ സങ്കീർണമാണ്. പങ്കാളിയെ തനിക്ക് മാത്രമായി സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹവും അതിന് തടസ്സമായ കുഞ്ഞിനോടുള്ള അസൂയയും വിദ്വേഷവും സുമിത്രയെ ക്രൂരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചു. ഭാരതി ഭർത്താവുമായുള്ള വൈവാഹിക ജീവിതം നൽകിയ സുരക്ഷിതത്വവും സുമിത്രയുമായുള്ള ബന്ധം നൽകിയ വൈകാരികമായ അടുപ്പവും തമ്മിൽപ്പെട്ട് മാനസികമായി വിഭജിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പങ്കാളിയോടുള്ള ഭയവും അവരെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും മാതൃത്വപരമായ വാത്സല്യത്തെക്കാൾ വലുതായി ഭാരതിക്ക് തോന്നി. ലൈംഗികത, സ്നേഹം, ദേഷ്യം, കുറ്റബോധം, ഭയം തുടങ്ങിയ വികാരങ്ങളുടെ അതിപ്രസരം ഒരു വ്യക്തിയുടെ യുക്തിപരമായ ചിന്തയെ
പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഏറ്റവും ക്രൂരമായ പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. തമിഴ്നാട്ടിലെ ഈ സംഭവം ഇന്ത്യൻ സമൂഹത്തിലെ ബന്ധങ്ങളിലെ സങ്കീർണമായ മാറ്റങ്ങൾ തുറന്നു കാട്ടുന്നു. വ്യക്തിഗത ആഗ്രഹങ്ങളും സാമൂഹികവും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഇരകളാകുന്നത് നിസ്സഹായരായ കുഞ്ഞുങ്ങളാണ്. ഈ കേസ് നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. ഒപ്പം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളെയും വ്യക്തിഗത വൈകാരിക പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യാൻ വ്യക്തികളെയും സമൂഹത്തെയും സജ്ജമാക്കുന്ന മാനസികാരോഗ്യ പിന്തുണയുടെയും കൗൺസിലിംഗിന്റെയും അനിവാര്യതയും ഈ സംഭവം അടിവരയിടുന്നു. 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ജീവൻ മുതിർന്നവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ബലി നൽകപ്പെട്ട ഈ ദാരുണ സംഭവം മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങളിലെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് ലോകത്തിനൊരു മുന്നറിയിപ്പ് നൽകുന്നു.